ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. എൻ്റെ ബർത്ത്ഡേ വ്ളോഗിന് ശേഷം, ബർത്ത്ഡേ അൺബോക്സിങ് വീഡിയോയ്ക്ക് ശേഷം ഞാൻ വീണ്ടും അവതരിപ്പിക്കുന്നു മറ്റൊരു ബർത്ത്ഡേ വ്ളോഗ്. ഞാൻ വിചാരിച്ചു ഇന്നൊരു കുഞ്ഞ് സിമ്പിൾ ഹെയർ സ്റ്റൈൽ കെട്ടാം. ഞാൻ വർക്കിനൊക്കെ പോകുമ്പോൾ സ്ഥിരം കെട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഒരു പോണി, ഒരു ഹൈ പോണി അല്ല, ലോ പോണി അല്ല, ഒരു മിഡ് പോണി. എന്നിട്ട് ഇതുപോലെ 3 പാർട്ടീഷൻ, നമ്മൾ പിന്നില്ലേ അത് തന്നെ ചെയ്യാം. 3 പാർട്ടീഷൻ എടുക്കുക, എന്നിട്ട് ഇതുപോലെ പിന്നുക. അത്ര തന്നെ, അത്രേ ഉള്ളൂ. ഹെയർ സ്റ്റൈൽ ഡൺ. പിന്നാൻ അറിയാമായിരിക്കൂലേ? മുടിയുള്ള എല്ലാവർക്കും പിന്നാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അറിയില്ലെങ്കിൽ ഇപ്പം പഠിപ്പിക്കാനുള്ള ടൈമില്ല. എന്നാലും ഇങ്ങനെയൊക്കെയാണ് പിന്നുന്നത്, വേണമെങ്കിൽ കണ്ടോ. അത്ര വൃത്തിയായിട്ടൊന്നും പിന്നാൻ പറ്റിയിട്ടില്ല. എനിക്ക് അത്ര മുടി, എൻ്റെ മുടി ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഒന്ന് കട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ ആണ് ഒന്ന് കട്ട് ചെയ്തത്. അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ റെഡിയായി കഴിഞ്ഞു. പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ റെഡിയായി. ഇനി നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ ഒരു ശരാശരി ബർത്ത്ഡേ സെലിബ്രേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ മാത്രമാണ് ഓവറായിട്ട് ഡ്രസ്സപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്നും ഡ്രസ്സപ്പ് ചെയ്തിട്ടില്ലല്ലോ. ഇവരൊക്കെ കുളിക്കാൻ പോവാണ്, ഇവരൊക്കെ ബീച്ചിൽ ചാടി ഫുഡ് അടിച്ച് അങ്ങനെ നടക്കാൻ പോവാണ്. ഞാൻ മാത്രമാണ് ഇതില് ബർത്ത്ഡേ തീമിലൊക്കെ ഒരുങ്ങിപ്പോയിരിക്കുന്നത്. വെറുതെ നോർമലായിട്ട് പോയാൽ മതി. ഇതാണ് എന്റെ നോർമൽ, മനസ്സിലായോ? ഒരു ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഒരുങ്ങിയൊക്കെ പോണം. ജസ്റ്റ് ഒന്നൊരു പേര്, അത്രേ ഉള്ളൂ. മെയിനായിട്ട് നമ്മള് ബർത്ത്ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് ബീച്ചിൽ പോവുക, ഗ്രില്ല് ചെയ്യുക, ഒരു തീയൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുക, വെള്ളത്തിൽ ചാടുക, നീന്തുക. അപ്പൊ ഒരു ചുമ്മാ ഒരു പരിപാടി, അത്രേ ഉള്ളൂ. ആർക്ക്? ഓക്കെ, ബ്ലോഗ് കാണുന്ന ഉറപ്പുള്ളത് കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ചേട്ടാ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഞാൻ നേരിട്ട് പറഞ്ഞ പോലെ നേരിട്ട് പറഞ്ഞു, കുഴപ്പമില്ല. അതൊന്നും വീഡിയോ എടുക്കാൻ കിട്ടിയത് വരില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മെറിൻ ചേച്ചി വീഡിയോ എന്തായാലും കാണും പറയാം, വേറെ ആരും കണ്ടിട്ടില്ലെങ്കിലും. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഇനി നേരിട്ട് കാണുമ്പോഴേ തിരക്കായതുകൊണ്ട് ഇപ്പൊ പറയാൻ പറ്റുന്ന വരത്തില്ല, വിട്ടു. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ മെറിൻ ചേച്ചി. കാണാം ഗൈസ്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ കമ്മലുണ്ടല്ലോ, ഇതെന്റെ ബർത്ത്ഡേക്ക് മെറിൻ ചേച്ചി ഗിഫ്റ്റ് തന്ന കമ്മലാണ്. അതായത് ഇപ്പൊ ബർത്ത്ഡേ നടക്കാൻ പോകുന്ന ആൾ, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ആളുടെ പേരാണ് മെറിൻ. പുള്ളിക്കാരത്തെ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കമ്മലാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ? ഞാൻ വെച്ചാൽ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ കൂടെ ഈ ഒരു കമ്മൽ നല്ല മാച്ചിങ് ആയിരിക്കും. ഞാനൊരു ഗിഫ്റ്റ് എടുത്തിട്ടാണ്, അത് ബാക്കിലിരിപ്പുണ്ടോ? കറക്റ്റ് ബാക്കിലിരിപ്പുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹായ്. ഗൈസ്, ഇവരുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ബീച്ചാണ്. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒട്ടും തിരക്കില്ല, എന്നൊരു കിടിലൻ സ്പോട്ടുമാണ്. ഞങ്ങൾ എന്തായാലും മുമ്പും പോയിട്ടുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ഈ ബർത്ത്ഡേ അവിടെ വെച്ചാണ് ആഘോഷിക്കുന്നത്. ആദ്യത്തെ വണ്ടി നിറച്ചു സാധനങ്ങൾ, രണ്ടാമത്തെ വണ്ടിയും സാധനങ്ങൾ നിറച്ചു, മൂന്നാമത്തെ വണ്ടിയിലും സാധനങ്ങൾ നിറച്ചു. ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നും എനിക്കറിയാൻ പാടില്ല. എന്നാലും നമ്മൾ നോക്കുന്നതായിരിക്കും. എത്ര വയസ്സായി? വയസ്സ് പറയും. 30 വയസ്സ്. ഓക്കെ, 30 വയസ്സായിട്ട് എന്ത് തോന്നുന്നു? വല്ലാത്തൊരു ഭാരം തോന്നുന്നു. ഇനിയില്ലാത്ത അസുഖമൊക്കെ വരുമല്ലോ. പ്രഷർ, ഷുഗർ, നടുവേദന, മുട്ടുവേദന, ഇനി എന്തെങ്കിലും വരാനുണ്ടോ? ഒട്ടുമിക്ക പറഞ്ഞ എല്ലാ അസുഖങ്ങളും. 30 വയസ്സായി, ഇനി എന്താണ്? 30 years. ഒരു വ്ലോഗിൽ എന്താ സംഭവം പറയാ, ഇവളും ഞാനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇങ്ങനെ എടുക്കുക. ഇവിടെ ഒരാൾ ഇങ്ങനെ നടന്നു പോയിട്ട് തിരിച്ചു വന്നിട്ട് കണ്ടറിയാം. ഞാൻ അപ്പഴെ കണ്ടത്. അപ്പൊ ഞാൻ തല കാണിക്കാൻ വേണ്ടിട്ട് വന്നിട്ട് ഓക്കെ, ഞാൻ അവിടെ ഇരുട്ട് വെള്ളം ചാടാൻ പറ്റില്ല.
നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ സാധനങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്ന അറിയില്ല എന്നൊക്കെ. ഇതാണ് ഗൈസ് കാരണം. കാർ അങ്ങോട്ട് പോവില്ല, മാത്രമല്ല ഒരു 10 മിനിറ്റെങ്കിലും നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും അവിടെ എത്തി. കുറച്ച് ആൾക്കാരൊക്കെ ബീച്ചിൽ നിന്ന് തിരിച്ചു പോകുന്നവരൊക്കെ നമ്മളെ നോക്കി നിൽക്കുമായിരുന്നു. കാരണം എന്താണെന്ന് നോക്കിയപ്പോൾ കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കൂടെ കൊണ്ടുപോകുന്ന കാണാൻ നല്ല രസമായിരുന്നു. പണ്ട് വീട്ടിൽ ആക്രി വറക്കാൻ വരുന്ന കുറച്ച് ടീംസ് പോലെയായിരുന്നു ഞങ്ങളെ കാണാൻ. വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഞാനൊരു എൻ്റെ അമ്മേ ഒരു കവർ കുപ്പികൾ ഒരു 12-20 കുപ്പിയുണ്ട് കേട്ടോ. കുപ്പിന്ന് വെച്ചാൽ ആ കുപ്പിയല്ല, വെള്ളക്കുപ്പിയാണ്. ബിസ്ലരി, നാട്ടിൻ ബിസ്ലരി എന്നൊക്കെ പറയില്ലേ ആ സാധനം, അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇനിയും കുറേ പോകാനുണ്ട്. അങ്ങനെ ഗൈസ് ഫൈനലി ഇത്രയും നടന്ന് കാടൊക്കെ കടന്ന് ഞങ്ങളൊന്ന് കടൽ കണ്ടു. അവരൊക്കെ ഇത് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ ഒന്നും ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻജോയ് ചെയ്യാൻ മാക്സിമം പറ്റിയൊരു സ്പോട്ടാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ഒട്ടും ആഴമില്ല. രാത്രിയൊക്കെ വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു കാര്യം ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടൊരു കാര്യം. ഞാനൊരു കാര്യം കേട്ടെ, ഇത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. ഇത് റെക്കോർഡായില്ലായിരുന്നു. ഒന്നുകൂടെ അടിച്ചടിക്കാം. അത്ര റെക്കോർഡായിരുന്നു. തീരെ അടിക്കുന്നുള്ളതുകൊണ്ട് അധികം ഒന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടുതലും വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കണേ. ആദ്യം തന്നെ ഞങ്ങൾ ഗ്രില്ല് സെറ്റ് ചെയ്തു. വിറക് പറക്കി. ഓ നൈസ്. മൂപ്പരാണ് കേട്ടോ ഇവിടുത്തെ ഓളിനോള്. പുള്ളിയാണ് എല്ലാ പണിയും ഇത്ര ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ഒരാൾ. സ്വന്തം ഭാര്യേൻ്റെ ബർത്ത്ഡേക്ക് ഇത്ര കഠിനാധ്വാനം ചെയ്യുന്നൊരു ഭർത്താവിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവൂ? ഇതാ നിൽക്കുന്ന പുള്ളിയാണ്. മൂപ്പരാണ് ഈ പരിപാടി ഓടി നടന്ന് എല്ലാം കളറാക്കിയത്. നമ്മളൊക്കെ കൂടെ നിന്ന് മാക്സിമം സഹായിച്ചു കൊടുത്തു എന്ന് മാത്രം. ഗൈസ്, ഒരു സൈഡിൽ ഈ ഡെക്കറേഷൻ പരിപാടി നല്ല സൂപ്പറായി നടന്നു പോകുമ്പോൾ മറ്റേ സൈഡിൽ എന്താ സംഭവിച്ചതെന്ന് തന്നെ അറിയാൻ പാടില്ല. ഈ ആംഗസ് ബീഫ് ബർഗേഴ്സൊക്കെ പെട്ടെന്നായിരുന്നു കരിഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ തീ കൺട്രോൾ ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ടായിരിക്കും. ഒരു റൗണ്ട് ഇട്ടു, അത് കരിഞ്ഞുപോയി. ഇതിപ്പോൾ 2ാമത്തെ റൗണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇട്ടേക്കണേ. 2ാമത്തെ റൗണ്ടിലെ ബർഗേഴ്സ് ശരിയായെങ്കിലും ആദ്യത്തെ റൗണ്ടിലെ ബർഗേഴ്സ് കണ്ടില്ലേ, കരിഞ്ഞു പോയി ഗൈസ്. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങളുടെ ബീഫ് ബർഗറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ അതിന് കുറച്ച് ടോപ്പിങ്സും കാര്യങ്ങളും കുറച്ച് അലങ്കാര പണികളായിട്ട് കുറച്ച് ലെറ്റസ്, പിന്നെ ഒരു ടൊമാറ്റോ, ഒരു അണിയൻ, പിന്നെ കുറച്ച് കെച്ചപ്പും ചിപ്പോട്ട്ലയും, പിന്നെ മെയിനായിട്ട് ഒരു സ്ലൈസ് ചീസും, പിന്നെ ബർഗറിൻ്റെ പാറ്റിയും വെച്ചിട്ട് ഞങ്ങൾ ആ ബർഗർ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. വിശന്നിരുന്നോണ്ടാണോന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ ഒന്നിൽ കൂടുതൽ ബർഗറിന് കഴിക്കാനും പറ്റിയില്ല. പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്തായിരുന്നു, അതും തട്ടി. അപ്പോഴാണ് കുറച്ച് കളർ കത്തുന്ന വളകളുമായിട്ട് എൻ്റെ അടുത്തൊരാളെത്തിയത്. അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാലോ? അങ്ങനെ ഗൈസ് വെളുപ്പിന് 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനിയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ആ കാര്യം പറയാനുള്ളത്. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇത് ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല. പക്ഷേ ഇതെനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടു ഗൈസ്. നമ്മുടെ കണ്ണുകൊണ്ടൊരു ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം നല്ലൊരു വർഷമായിരിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ ഇന്ന് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ശരി, ബൈ.